ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രൻസിനെയാണ്. കൊ- എന്താ പറയുക, പുള്ളിയുടെ ഈ അടുത്ത് കുറച്ച് 2-3 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ, ഹോം എന്ന് പറഞ്ഞൊരു പടം. അതിലെ ഒരു ക്യാരക്ടറാണ് ഞാനിപ്പോൾ ഏകദേശം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ പടം ഈ അടുത്തെങ്ങാണ്ടാണ് കണ്ടത്. പക്ഷേ എനിക്ക് എന്താ പറയുക, അത് ആദ്യം തന്നെ കാണണമായിരുന്നു. കാരണം അത്രയും നല്ലൊരു പടമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പ്രത്യേകതരം ഫീലാണ് ആ പടത്തിലുണ്ടാകുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഓരോ മനുഷ്യരുടെ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രായമായ ആൾക്കാരുടെ ഒരവസ്ഥ, പിന്നെ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ, പിന്നെ ടീനേജേഴ്സ്, പിന്നെ വീട്ടിൽ പ്രഷർ ഉണ്ടാകുന്ന അമ്മയുടെ ഒരവസ്ഥ, എല്ലാം അതിൽ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാനീ പറയുന്നത്. കാരണം ആ ഇന്ദ്രൻസിലെ ഒരു ഷോട്ടുണ്ട്, ഇങ്ങനെ മകൻ ഇങ്ങനെ നൈസായിട്ട് ഒന്ന് അച്ഛനൊന്ന് കൊള്ളിച്ച് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ആകെ ഡെസ്പായിട്ട് നടന്നു പോയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ പോയി ഇങ്ങനെ കുറേ നേരം മിണ്ടാതെ ഇങ്ങനെ ആ നോക്കി ഇരുട്ടത്തേക്ക് നോക്കി നിൽക്കുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര ഒരു മീനിങ് ഫുള്ളാണ്. ഭയങ്കര മീനിങ് നടന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ മനസ്സിൽ എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഴത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കുറേ കൊല്ലം പ്രായമായി വരും, അത് സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിൽ ആ പുള്ളിക്കുണ്ടായിരുന്ന ആ ഒരു ഫീല് ഇങ്ങനെ അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എനിക്കൊരിക്കലും അത് എന്താ പറയുക, അത് മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് മായാതെ ഇങ്ങനെ നിൽക്കണ ഒരു അവസ്ഥ പോലെയായിരുന്നു. പിന്നെ പുള്ളിയുടെ മോൻ്റെ അവസ്ഥയും പറയാൻ പറ്റില്ല. പുള്ളി വേറൊരു പ്രഷറിൽ നിൽക്കണതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ പുള്ളിയുടെ മാനസികാവസ്ഥ വേറെ ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ജോബാണ്, പിന്നെ ഐഡിയകളൊന്നും കിട്ടാതെ അല്ലേ, കഥയ്ക്കൊരു ത്രെഡ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടിയില്ലെങ്കിൽ തീർന്ന്. അപ്പോൾ തന്നെ ആകെ ഡെസ്പാവും. എവിടെ പോയി നിന്നാലും സമാധാനം ഉണ്ടാവില്ല. അത് കറക്റ്റാണ്. ഏത് ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏത് ജോലിയും ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അതൊരു ഡെസ്പാണ്, അതൊരു ഇതാണ്. എല്ലാവരും നല്ലതായിരുന്നു കേട്ടോ ആ പടത്തിൽ. പിന്നെ ഇന്ദ്രൻസിൻ്റെ എനിക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു വേറൊരു സിനിമ അതായിരുന്നു. സിനിമയിൽ പുള്ളി ഒരു ബെൽ ബോട്ടം പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് തയ്യക്കാരനെ കണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചായക്കട വന്നിട്ട് ചായ കുടിക്കണ ഒരു 2 കോമഡിയൊക്കെ പറഞ്ഞൊരു സീൻ, 2-3 ഷോട്ടും കണ്ടുള്ളതെന്ന് തോന്നുന്നു. പുള്ളിക്ക് അന്ന് കഴുത്ത് ഭയങ്കര നീട്ടുള്ള ഒരു ലുക്കായിരുന്നു. തല ചേർന്ന് കഴുത്ത് ഭയങ്കര നീളമുള്ള ഒരു ഇതായിരുന്നു. ഓരോരുത്തർ അല്ലേ, എനിക്കിങ്ങനെ തോന്നുന്നു ഓരോരുത്തർ ഫിലിം ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് കയറിയ ഓരോ ലുക്കിലാണ് അല്ലേ. എനിക്കങ്ങനെ തോന്നുന്നു. എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറയണത്. പിന്നെ പുള്ളി കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നല്ല ഉഗ്രം പെർഫോമൻസ് വന്നേക്കുന്ന, പിന്നെ ഏറ്റവും എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കയറി വന്നേക്കുന്നത് എനിക്ക് 3 Men Army എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അത് ഞാൻ പണ്ട് കണ്ടതാണ്. ഒരു 3 Men Army എന്നും പറഞ്ഞു. അതിൽ ഓട്ടോഷട്ടർ ഭാഷയെന്ന് നിൽക്കുന്നത്. ആ സിനിമയുടെ പേര് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നണത്. ഭാഷ എന്ന് പറഞ്ഞ ഒരു റോളാണ് പുള്ളി ചെയ്തത്, ഓട്ടോറിക്ഷക്കാരൻ. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറേ കോമഡി, കുറേ ആ ട്രാക്ക് മാറ്റി അവിടെ നിന്നാണ് എനിക്ക് തോന്നണം പുള്ളിയുടെ. എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെ വേറെ കുറേ സബ് റോളുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം അങ്ങനെ ഒരു മിനിറ്റ്, ഏകദേശം പുള്ളിക്കാരൻ ചെറുതായി വരുന്നുണ്ട്. പിന്നെ ഈ പെൻസിൽ ഡ്രോയിങ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങനെ ഒരു പേപ്പറും ഒരു പെൻസിലും കിട്ടിയിട്ട് അതിലിങ്ങനെ ഷെയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിലിങ്ങനെ ടച്ച് ചെയ്ത് ഒരാളുടെ മുഖമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത്
ചിലരൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യും കേട്ടോ, നല്ല ഉഗ്രനായിട്ട് ഇത് ചെയ്യും. നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് ഒരു എല്ലാ ഒരു ആവറേജ് ഇതിലാണ് നിൽക്കണത് ശരിക്കും പറഞ്ഞാൽ. ഒരു ഓടിച്ചിട്ടങ്ങ് ചെയ്തു പോകുക എന്നുള്ളത് ഇതല്ലേ. പിന്നെ ഈ സിനിമയിൽ, ഈ ഹോം എന്ന സിനിമയിൽ കുറേ ശരിക്കൊരു പച്ച ക്യാരക്ടർ, എല്ലാം എല്ലാം ഒരു ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ഒരു അല്ലേ ഒരു പശ്ചാത്തലം ശരിക്കും അത് ഫീൽ ചെയ്യിച്ചു നമ്മളെ. അതിലവർ നല്ലോണം 100% വിജയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുന്നത്, പക്ഷേ എനിക്ക് നല്ലോണം ഉൾക്കൊള്ളാൻ പറ്റിയായിരുന്നു. ആ പടം കണ്ട് കുറച്ച് ദിവസം നമുക്ക് അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാകുമ്പോഴാണ് ആ പടത്തിൻ്റെ ആ ഒരു, എനിക്ക് തോന്നുന്നത് ആ പടം നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളത്. കുറച്ച് ദിവസമെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മകൾ വരും പെട്ടെന്ന്. അങ്ങനെ ഒരു ഷോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സീനിൽ ആ പുള്ളിയുടെ ആ ഒരു ഫീല്, അതെല്ലാം. പിന്നെ ഇനി ഞാൻ ഇങ്ങനെ നോക്കണ ഫുൾ ഫേസ് മാത്രമല്ല, ഫുൾ ഫിഗർ പോലെ വരയ്ക്കാൻ, അത് കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ വരയ്ക്കണം. ലെഗ്, കാല് വരെയുള്ളത് വരച്ച് എടുക്കാനുള്ള ഒരു ഇത്, സ്റ്റാൻഡിങ് പൊസിഷൻ, സിറ്റിങ് പൊസിഷൻ, പിന്നെ അതുപോലെ റണ്ണിങ്, ഓരോ ഷോട്ടുകൾ ഉണ്ടാവില്ലേ നടന്മാരായാലും ചെയ്യുന്ന ഒരു ഓടുന്ന നടൻ, അല്ലെങ്കിൽ ചാടുന്ന, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ആക്ഷൻ മൂവീസ്, അതൊക്കെ വരയ്ക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എത്രത്തോളം ആവുമെന്നറിയില്ല. നമ്മളിങ്ങനെ ചെയ്തു പോവുകയാണ്, നമ്മുടെ ഇത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അല്ലേ നമ്മൾ വിചാരിക്കട്ടെ. ഇപ്പം തന്നെ വയനാട് ഉണ്ടായത് അല്ലേ, ഭയങ്കര വിഷമം പിടിച്ച സംഭവമായിപ്പോയി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു ഇതാണ് തോന്നുന്നത്, കാരണം നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വികസനം ചെയ്യുമ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സിറ്റിയിലൊക്കെ. എന്തോരം പേര് സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ സ്ഥലം വിറ്റ് ഉള്ളിലോട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ ഓടിപ്പോണേ. ഇപ്പോൾ തന്നെ ഉള്ളിലോട്ട് എത്രയോ വീടുകൾ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലോ, 2 നില വീടുകൾ. അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ താമസിക്കുന്നില്ല, ജസ്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടിട്ട് അവർ പുറത്തേക്ക് പോവുകയോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത്രയും. പിന്നെ ഇങ്ങനെ വർക്കൊന്നും നടന്നില്ലെങ്കിൽ വികസനം ഉണ്ടായി ആൾക്കാർക്ക് പണിയുണ്ടാവില്ല. സിവിൽ വർക്ക് നടന്നുകൊണ്ടിരുന്നാലേ കുറേ ആൾക്കാർ അത് വർക്ക് ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ. ഇത് കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശരി എന്നാൽ, താങ്ക് യു.